ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 5. ഗുരു ന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപി ഹ ലോകേ ഹത്വാർത്ഥ കാമാംസ്തു ഗുരു നിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുതിര പ്രതിഗ്ധാൻ. വ്യാഖ്യാനം. ഈ ശ്ലോകത്തിൽ അർജുനൻ തൻ്റെ ഹൃദയത്തിലെ വേദന കൂടുതൽ തുറന്നു പറയുന്നു. അർജുനൻ ചിന്തിക്കുന്നത് വളരെ ആഴമുള്ള ഒരു ധാർമ്മിക ചോദ്യമാണ്. എൻ്റെ ഗുരുക്കന്മാരെ പതിച്ച് നേടുന്ന രാജ്യം എനിക്കെന്തിനാണ് എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അർജുനന് മുന്നിൽ നിൽക്കുന്നത് വെറും ശത്രുക്കൾ മാത്രമല്ല, തൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയ മഹാന്മാരെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഗുരു ദ്രോണാചാര്യർ പോലുള്ള ഗുരുക്കന്മാർ അർജുനെ യുദ്ധകല പഠിപ്പിച്ചവർ തന്നെയാണ്. അങ്ങനെയുള്ളവരെ എതിർക്കേണ്ടി വരുന്നത് അർജുൻ്റെ മനസ്സിനെ തകർക്കുന്നു. അർജുനൻ പറയുന്നു, അവരെ കൊന്ന് രാജ്യം നേടുന്നതിനേക്കാൾ ഭിക്ഷ ചോദിച്ച് ജീവിക്കുന്നതാണ് നല്ലത്. ഈ വാക്കുകൾ ഒരു യോദ്ധാവിൻ്റെ ഹൃദയത്തിലെ വേദനയാണ്. ഇവിടെ അർജുനൻ യുദ്ധത്തിൻ്റെ വിജയത്തെ രക്തം പുരണ്ട ഭോഗങ്ങളായി കാണുന്നു. അർജുനൻ കരുതുന്നത് അത്തരം വിജയം ഒരിക്കലും സമാധാനം നൽകില്ല എന്നതാണ്. ഈ ശ്ലോകം നമ്മോട് ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മുന്നിൽ നേട്ടവും ധർമ്മവും തമ്മിൽ തിരഞ്ഞെടുക്കേണ്ടി വരും. യഥാർത്ഥ മഹത്വം എളുപ്പമുള്ള നേട്ടം തിരഞ്ഞെടുക്കുന്നതിലല്ല, ആത്മസാക്ഷിക്ക് ശാന്തി നൽകുന്ന വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ശ്ലോകം 6. ന ചൈത ദ്വിത്വം കതരന്നോ ഗിരിയോ യദ്വാ ജയേമ യതിവാനോ ജയയു യാനേവ ഹത്വാന ജിജീവിഷാമ തേ അവസ്ഥിത പ്രമുഖേ ധാർത്തരാഷ്ട്ര. വ്യാഖ്യാനം. ഈ ശ്ലോകത്തിൽ അർജുനൻ്റെ ആശയക്കുഴപ്പം പരമാവധി ഉയരുന്നു. അർജുനൻ തുറന്നു സമ്മതിക്കുന്നു, ഏതാണ് നല്ലതെന്ന് എനിക്ക് അറിയില്ല. ജയിച്ചാലോ തോറ്റാലോ ഒന്നും അർജുനന് വ്യക്തമായ നേട്ടമായി തോന്നുന്നില്ല. ഇതൊരു മനുഷ്യൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ സംഘർഷത്തിൻ്റെ ചിത്രം തന്നെയാണ്. സാധാരണയായി ഒരു യോദ്ധാവിന് ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും. എന്നാൽ ഇവിടെ അർജുനൻ വിജയത്തിലും തോൽവിയിലും അർത്ഥം കാണുന്നില്ല. കാരണം അർജുനൻ്റെ മുന്നിൽ നിൽക്കുന്നവർ സ്വന്തം ബന്ധുക്കളാണ്. അവരെ കൊന്നാൽ ജീവിക്കാൻ പോലും അർജുനന് താല്പര്യമില്ല. ഈ ശ്ലോകം മനുഷ്യജീവിതത്തിലെ ഒരു സത്യത്തെ തുറന്നു കാണിക്കുന്നു. ചില സാഹചര്യങ്ങളിൽ പുറമെ നോക്കുമ്പോൾ പല വഴികളും മുന്നിൽ കാണാം, പക്ഷേ ഉള്ളിൽ എല്ലാം ഇരുണ്ടതുപോലെ തോന്നും. മനസ്സിൻ്റെ ആശയക്കുഴപ്പം മനുഷ്യനെ വ്യക്തതയിൽ നിന്നകറ്റും. എന്നാൽ ഇതിലാണ് ഒരു വലിയ ആത്മീയ സന്ദേശം ഒളിഞ്ഞിരിക്കുന്നത്. അർജുനൻ ഇപ്പോൾ തൻ്റെ പരിധി തിരിച്ചറിയുന്നു. എനിക്കറിയില്ല എന്ന് സമ്മതിക്കുന്നത് ദൗർബല്യമല്ല, അത് ജ്ഞാനത്തിലേക്കുള്ള ആദ്യ ചുവടാണ്. ഇതുതന്നെയാണ് ഭഗവത്ഗീതയുടെ ആഴം. മനുഷ്യൻ തൻ്റെ അഹങ്കാരം വിട്ട് വിനയത്തോടെ സത്യത്തെ അന്വേഷിക്കുമ്പോൾ ദൈവജ്ഞാനം അവൻ്റെ മുന്നിൽ തെളിയാൻ തുടങ്ങുന്നു. അർജുനൻ ഇപ്പോൾ ആ കവാടത്തിൻ്റെ അരികിലാണ്. സ്വന്തം അറിവിൻ്റെ പരിധി തിരിച്ചറിയുമ്പോൾ യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ വാതിൽ തുറക്കുന്നു. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.